രാഹുൽ മത്സരിക്കും. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് സ്വാഗതം. പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളിനി കേൾക്കുവാൻ പോകുന്നത് രാഹുലിന് നീതി തേടി നമ്മൾ ആരംഭിച്ച മിഷൻ 250യുടെ 120ാം ദിനത്തിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങളാണ്. എന്തൊക്കെ തന്നെ സംഭവിച്ചാലും രാഹുൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്നാണ് മലയാളികളുടെ ആഗ്രഹം. അവർ ആ ആഗ്രഹം i2i ന്യൂസിലൂടെ വെളിപ്പെടുത്തുകയാണ്. അതുപോലെ യുവനേതാക്കന്മാരെ തേൻകണിയിൽപ്പെടുത്തി ഒതുക്കി UDF പാഞ്ചാലിയെ ഉപയോഗിച്ച് മുതിർന്ന നേതാക്കന്മാരെയും തേൻകണിയിൽ പെടുത്തി ആ CD തൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് വിരട്ടി സകല മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാരെയും നിശബ്ദരാക്കിയ ആ നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ പത്രമാധ്യമങ്ങൾക്ക് പണം നൽകി ന്യൂസ് മേക്കർ അവാർഡ് മേടിച്ച് ഇന്ത്യ ചരിത്രത്തിൽ നാം ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള PR പണികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതുപോലൊരു മാനിപ്പുലേറ്ററെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കില്ല. കഴിഞ്ഞ 25 വർഷമായി സാമാജികനായി ഇരുന്നിട്ടും ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ കസേരയിൽ കഴിഞ്ഞ ടൈം ഇരുന്നിട്ടും കേരള ജനതയ്ക്ക് വേണ്ടി യാതൊന്നും ചെയ്തിട്ടില്ലാത്ത ഈ നെട്ടൂർ കേക്കച്ചൻ സ്വയം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം കൃത്യമായി തങ്ങളുടെ വികസന നേട്ടങ്ങൾ അക്കമിട്ട് രേഖപ്പെടുത്തി അവരുടെ ക്യാമ്പയിനുകൾ വളരെ ശക്തമായി ആരംഭിക്കുമ്പോൾ തൻ്റെ കയ്യിലുള്ള കള്ളപ്പണം ഉപയോഗിച്ച് പാർട്ടിയെ തന്നിലേക്ക് മാത്രം ക്രോഡീകരിച്ച് ഒരു വൺമൻ ഷോയാണ് ഇപ്പോൾ കേക്കച്ചൻ്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ള ജനങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുക. ജനുവരി മാസം തന്നെ കൃത്യമായ വികസന രേഖ അവതരിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും രേഖ ഇവർക്ക് അവതരിപ്പിക്കുവാൻ സാധിച്ചോ? എന്തെങ്കിലും ഒരു പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പ്രഖ്യാപിക്കുവാൻ സാധിച്ചോ? ഇപ്പോൾ ഇതാ മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കുവാൻ കടൽ കിഴവന്മാരെ എല്ലാം മത്സരിപ്പിക്കാൻ സീറ്റ് കൊടുക്കാമെന്ന പ്രതീക്ഷയിൽ തന്നോടൊപ്പം നിർത്തി കടൽ കിഴവന്മാരുടെ ഒരു യാത്രയാണ് ഈ നെട്ടൂരിലെ പഴയ മണി ചെയിൻ തട്ടിപ്പുകാരൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ മിഷൻ 250യുടെ 120ാം ദിനം ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കുക. എന്റെ പേര് സുലോചന. എവിടുന്നാ വിളിക്കുന്നേ? ഞാൻ എറണാകുളത്ത് വന്നു. ഓരോ സ്ത്രീകൾ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞു കേട്ടപ്പോൾ കുറെ നാളുണ്ട് ഞാനും വിചാരിക്കുന്നു രാഹുലിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് മനസ്സ് തുറക്കണമെന്ന്. പറയാലോ, രാഹുലിനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്ന രാഹുൽ ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ ഉറക്കം വരാത്ത ദിവസങ്ങളുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ഈ യൂട്യൂബ് തുറന്നാൽ ഞാൻ രാഹുലിന്റെ വിവരങ്ങളുണ്ടെങ്കിലും മാത്രമേ സാധാരണ അധികം കാണൂ. ബാക്കിയൊക്കെ പിന്നെ കാണൂ. രാഹുലിനെ വിഷമിപ്പിക്കുന്ന ഒന്നും വന്നാൽ ഞാനത് കാണൂല, കാണാതെ വിട്ടുകളയും. എന്തോ എനിക്കറിയില്ല. എനിക്ക് എന്റെ മോന്റെ അത്ര പ്രായമേ ഉള്ളൂ ആ കുട്ടിക്ക്. ഈ ഇതിനെ ശരിക്കും എനിക്ക് തോന്നുന്നത് പാർട്ടിക്കാർ തന്നെ പുറകിൽ നിന്ന് കുത്തുന്നതായിരുന്നു. അവനൊരു നല്ല പയ്യൻ, നന്നായിട്ട് സംസാരിക്കാൻ അറിയാം, നല്ല വിദ്യാഭ്യാസമുണ്ട്, അറിവുണ്ട്, എന്ത് കാര്യത്തിനെ കുറിച്ചും കർക്കശമായിട്ട് പറയാനും അത് സമർത്ഥിക്കാനും ഉള്ള കഴിവുണ്ട് രാഹുലിന്. അതൊന്ന് ഇവർക്ക് സഹിക്കുന്നുണ്ട്. ഇനിയിപ്പോ അതെങ്ങാനും ഉയർന്നു വന്ന് നല്ലൊരു നിലയിൽ എത്തിപ്പോയെങ്കിലോ ഇവരുടെ സ്ഥാനമൊക്കെ നഷ്ടപ്പെട്ടു പോയെങ്കിലോ എന്ന് വിചാരിച്ച് പുറകിൽ നിന്ന് കുത്തുന്നതാണോ എന്ന്, അതാണ് എന്റെ ഒരു സംശയം. എനിക്ക് ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരെക്കാളും അതിനെ ദ്രോഹിക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കാർ തന്നെയാണെന്നാണ്. അത് നേതാക്കന്മാര് മുമ്പിൽ നിൽക്കുന്നവര്, മുഖ്യമന്ത്രി കസേര 2-3 പേരൊക്കെ നിൽക്കുന്നില്ലേ, അവർക്കൊക്കെ ആകാമല്ലോ. പിന്നെ ഇനിയിപ്പം നന്നായി ജയിച്ചു മിടുക്കനായി വന്നാല് ഒരു മന്ത്രിസ്ഥാനമൊക്കെ കിട്ടിയെന്നിരിക്കും. അപ്പൊ അവർക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും. പിന്നെ മറ്റുള്ളവർക്ക്, ചാനലുകാർക്ക് അവർക്ക് വ്യൂവേഴ്സ് കൂടാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടെ ചെയ്യുന്ന ഈ പെണ്ണുങ്ങളെയൊക്കെ എന്താ ചെയ്യണ്ടേ? ഏതെങ്കിലും ഒരുത്തൻ വിളിച്ചാല് അവന്റെ പുറകെ അങ്ങ് പോവുക. നമുക്ക് ഒരു മനുഷ്യനോട്, ഒരു പുരുഷനോട് സംസാരിക്കുമ്പോൾ വെറുതെ സംസാരിക്കുമ്പോൾ നമുക്കറിയില്ലേ ഒരു ദുരർത്ഥമായിട്ടോ ഒരു എന്തെങ്കിലും മോശമായ ഒരു ഉദ്ദേശത്തോടെയാ സംസാരിക്കുന്നെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവില്ലേ? ഒന്നാതെ കല്യാണം കഴിച്ച മക്കളുള്ള പെണ്ണുങ്ങളല്ലേ ഇവളുമാരൊക്കെ. ഇനി എന്തും വിചാരിച്ചിട്ടാ ഇവളുമാര് പോയത്? ഇങ്ങനൊരു കല്യാണം കഴിച്ചോളൂ വന്നോ? അവരുടെ കൂടെ സുഖമായിട്ട് ജീവിക്കാവുന്നോ? എന്താ ധാരണ? എന്നിട്ട് അവരെ അവധി ജീവിത എന്തൊക്കെയാ അവർക്ക് കൊടുത്തേക്കുന്ന പേരുകള് ഒന്നും പറയാൻ നാക്ക് വഴങ്ങുന്നില്ല. അത്രയ്ക്കും മോശം. സങ്കടമുണ്ട് മോനെ. ശരിക്കും രാഹുൽ മത്സരിക്കണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പാലക്കാട് തന്നെ മത്സരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം.
ശരിക്കും രാഹുൽ വിജയിക്കും. നല്ലൊരു നിലയിലെത്തട്ടെ കുട്ടി. അതിന്റെ അമ്മയുടെ ദുഃഖത്തിൽ ഞാനും പങ്കുചേർന്നു. കാരണം ഞാനൊരു മുത്തശ്ശിയാ, അമ്മയല്ല മുത്തശ്ശിയാ ഞാൻ. എന്റെ കൊച്ചുമോന്റെ പ്രായമേ ഉള്ളൂ അതിനെ. ഞാൻ തൃശ്ശൂരിന്നാ വിളിക്കണേ. പേര് സാറിനെ കൂടെ പിടിച്ച് ഉള്ളിലിടാനുള്ള പരിപാടിയാണോ? അത് പരമാവധി നോക്കി അതെല്ലാം പൊളിഞ്ഞു അല്ലേ? മറ്റവനെ കൊടുക്കാൻ നോക്കി അതും പൊളിഞ്ഞു. ഇവന്റെ ദണ്ഡിയാത്ര തുടങ്ങിയിട്ടുണ്ടല്ലോ, ദണ്ഡികളെല്ലാം കൂടെ കൂടിയുള്ള ദണ്ഡിയാത്ര. ഇതിന് കൊടുക്കാവുന്ന പേരെന്തോ പറ്റിയത് ഇവന്മാരുടെ യാത്രക്ക്? യുവന്മാരുടെ പറയുന്ന പറഞ്ഞ കൂടിപ്പോവും. എന്നതൊക്കെ ഓരപ്പന്മാരെല്ലാം കൂടെ കാണിച്ചു കൂട്ടണ ഓരോ പരിപാടി. ഭയങ്കര കഷ്ടം തന്നെയാട്ടോ. അന്ന് ഇതിപ്പോ ഈ കോടതി വരെ അവന്റെ കേസില് അവനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാർക്ക് ഒരു വാക്ക് സംസാരിക്കാൻ ഉമ്മാർക്ക് നേരം കിട്ടിയിട്ട് നേരെ 10 കൊല്ലം അവസരം കിട്ടിയിട്ടും ഒരു നാവനക്കാത്ത യുവമാരാണ് ഇനിയും. എന്നെ മാഷെ, അല്ലാതെ എന്തേലും കാര്യങ്ങളാണ് ഇവർക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ആ ഒരു കാര്യം ഇവർക്ക് ചർച്ച ചെയ്യണ്ട. മറ്റോ ഒപ്പത്തി നാരക്കിട്ടൊക്കെ തൊഴിക്കാൻ പറ്റുമോ? എല്ലാത്തിൻ്റെ കാലും മടക്കി തൊഴിച്ചുകൊണ്ടിരിക്കുക. നമ്മളൊക്കെ ഇവരെയൊക്കെ എങ്ങനെ ഇതിനു വേണ്ടിയിട്ട് ജയിപ്പിച്ചു വിട്ടു? ഈ ജയിപ്പിച്ചു വിട്ട നമ്മുടെ തൊലി ഉരിഞ്ഞു പോവുക. എന്താ അക്രമം ഇവർ കാണിച്ചിരിക്കുന്നത്? ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവർ ഏത് എങ്ങനെയാണെന്നുള്ളത് പോലും അറിയില്ല. ഇതൊക്കെ ആ കപ്പലിൽ പോയിരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാം. നമുക്ക് വേണ്ട ഒരു കാര്യം പോലും ഇവർക്ക് സംസാരിക്കാനോ എടുക്കാനോ നേരം കിട്ടുന്നില്ല. ഒരു കാര്യം എന്തേലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു തീരുമാനം ഉണ്ടാക്കും. അത് പാലക്കാട് കണ്ടില്ലേ, ഈ ജനങ്ങള് ഇവൻ എന്ത് ചെയ്തു? ഇവനെ ഒരു കൂട്ടം ചെയ്തിട്ടില്ല. ഈ പെൺകുട്ടികൾ ഉണ്ടാക്കി വെച്ച പണിയല്ലേ. അതിനിപ്പം മര്യാദക്ക് വിളിച്ചു പറയാൻ തുടങ്ങിയപ്പോ തന്നെ എല്ലാത്തിന്റെ തൊലി ഇരിക്കാൻ തുടങ്ങിയില്ല. ഇപ്പൊ ആന്റണിക്കെതിരെ മറ്റേ 2 കോടിയുടെ ഇത് വന്നിരിക്കുന്നേ. എന്നെ അങ്ങോട്ട് പുറത്താക്കാനുള്ള കാണിക്കാത്ത ഇവന്റെ പേരിൽ പുനർജനി കേസ് വന്നു. ഇവനെന്താ മാറിയിക്കാത്ത? ഈ കേസ് വരുമ്പോ മാറിയിക്കാൻ കേക്കച്ചനും ടീമിനും എല്ലാം ബാധകമല്ലേ ഇത്? എന്നിട്ട് അവര് ആദർശം പറഞ്ഞുകൊണ്ട് നിൽക്കുക. ഞാൻ പറയുന്നത് അവൻ പാലക്കാട് കാട്ടയ്ക്ക് നിൽക്കണവൻ, അതിന് സീറ്റ് കൊടുക്കില്ല നിൽക്കണേ. കോഴിപ്പുറം പഞ്ചായത്തിൽ നിന്നാ. എന്റെ പേര് മോഹൻ. ഞാൻ പറയാൻ പോകുന്നത് 140 മണ്ഡലത്തിലും ഈ രാഹുലിന്റെ സ്ഥാനാർത്ഥികളെ നിർത്തുക. ഈ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയാകുവാണെങ്കിൽ 10 കൊല്ലം പിണറായി വിജയന്റെ ഭരണം കണ്ട് ഇവന് മീതെ ഒരുത്തനും ഒന്നും പറയുന്നവനെ ഇവൻ കേസിൽ പിടിപ്പിക്കും. ഇവൻ മുഖ്യമന്ത്രി ആഭ്യന്തരം കൂടി ഇനി ഇവൻ കൈകാര്യം ചെയ്യാനാണ് ഈ നാറിരിക്കുന്നത്. അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ പോയി കടലിൽ ചാടിയാൽ മതി. അല്ല, നമുക്കൊരു മെമ്മോറാണ്ടം തയ്യാറാക്കിയിട്ട് ഈ സോണിയാഗാന്ധിക്ക് അയക്കാമല്ലോ. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഒക്കെ യുവമാരുടെ അടിമകളായി. യുവമാർക്ക് ചെലവിന് കൊടുത്താലേ അവർക്ക് ജീവിക്കാൻ പോലും മാർഗമുള്ളൂ. അതവസ്ഥയിലായിപ്പം. അത് ശരി സാറേ, ഇത് പറയുന്നത് പോലെ 67 വയസ്സുണ്ട് എനിക്ക്. പശുവും കിടാവും അടയാളം തൊട്ട് പോയി ഒരു കമുക് വെട്ടിയൻ 25 രൂപ ഞങ്ങളുടെ അച്ഛൻ ഫീസ് അടച്ച കാലമുണ്ട്. എന്റെ ഭാര്യ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു കോൺഗ്രസിന്റെ. ആ മെമ്പർ രണ്ടാമത് നിർത്തി ഇവര് കാലിമാരിയവരാണ് ഈ കോൺഗ്രസ്സുകാർ. ചിലരെ എല്ലാവരെയും നമുക്കറിയാം, ഇവിടങ്ങളിലുള്ള എല്ലാവരെയും നമുക്കറിയാം, ഇവരുടെയൊക്കെ തരങ്ങളൊക്കെ. പക്ഷെ ഒരുത്തനെ മുന്നോട്ട് വിടത്തില്ല. ഇവൻ ആഭ്യന്തരം മന്ത്രിയുമാകണം, ഇവൻ മുഖ്യമന്ത്രിയുമാകണം ഈ രാഹുൽ. ഇവൻ ആരെയാണ് പേടിക്കുന്നത്? ചാവി ആരെയാണ് പേടിക്കുന്നത്? സത്യമാണ് പറയുന്നത്. ഇവര് ഈ കോൺഗ്രസിന്റെ അകത്തു നിന്ന നട്ടല്ല, അവരവർ അധികാര മോഹത്തിന് വേണ്ടി മാത്രം, അധികാര മോഹത്തിന് വേണ്ടി ഇവരെയൊക്കെ പേടിച്ചാണ് മറ്റുള്ള അണികളൊന്നും മിണ്ടാത്തത്, നേതാക്കന്മാരും. കാര്യം സീറ്റ് അടുത്തവർക്ക് കിട്ടാൻ വേണ്ടി മോഹിച്ച് പിണറായി വിജയനോട് ആദ്യം പറയാത്തത് MA ബേബിയെ ഒതുക്കി, ഐസക്കിനെ ഒതുക്കി, പിന്നെ സുധാകരനെ ഒതുക്കി. അങ്ങനെ പുതിയ പുതിയ ആളിനെ എടുത്തുകൊണ്ട് ഇവര് വരുത്തും എന്ന് പറഞ്ഞാൽ ആ ഭരണം കണ്ടുപിടിച്ചിരിക്കുവാണ് ഈ വി.ഡി. സതീശൻ. അതുകൊണ്ട് വി.ഡി. സതീശന് എതിരാണ് ഇവിടങ്ങൾക്ക് പല കോൺഗ്രസുകാരും. അവൻ ഈ രാഹുൽ ലീഡർ സ്ഥാനത്തേക്ക് വരാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ്. അവരെ വളർത്തത്തില്ല. ഇതാണ് സത്യം. നമ്മുടെ അനുഭവമാണ് ഞാൻ പറഞ്ഞത്. സത്യമാണ്. ഈ വി.ഡി. സതീശനാണ് ഈ കേസിന് മൊത്തം
പാർട്ടിയിൽ സംരക്ഷിച്ചു നിർത്തേണ്ട പ്രതിപക്ഷ നേതാവ് കാണിച്ച തെണ്ടിത്തരമല്ലേ? ആദ്യമേ ഇത് കണ്ടപ്പം തൊട്ട് ഞാൻ പറഞ്ഞു, സത്യസന്ധതയിൽ നിങ്ങൾ കൂട്ടുനിൽക്കുന്നുണ്ട്, നിങ്ങൾക്ക് യാതൊരു ദോഷവും തരില്ല. നിങ്ങളുടെ കൂടുണ്ട് ജനങ്ങൾ, സത്യമാണെന്ന് പറയുന്നു. അമ്പൂരി കൂട്ടപ്പൂ. എൻ്റെ പേര് ജോർജ് വർഗീസ്. ഞാൻ വിളിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കഥയെക്കുറിച്ചൊന്ന് പറയാനാ. ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ നശിപ്പിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന എൻ്റെ കഷ്ടതാണ് കൊണ്ട് ഞാൻ വിളിച്ചത് സാറിന്. ഇത്രയും സംഭവങ്ങൾ നടന്നിട്ടും ഈ മനുഷ്യൻ പിടിച്ചു നിന്നല്ലോ എന്നുള്ളത് ദൈവത്തെ ശ്രദ്ധിക്കുക. ആ കാറ്റൊക്കെ എനിക്ക് വലിയ സങ്കടമുണ്ട്. ആ മനുഷ്യനെ ഈയിടെ കണ്ട ഒരു പെൺകുട്ടി അവരുടെ ശരീരത്തിൽ മുട്ടിയെന്നും പറഞ്ഞ് വാദ്യം ചെയ്ത ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ ചെയ്തതിലുള്ള ഇവളുമാർ 3 മാസത്താകുകയില്ലേ. ഈ പണിക്ക് നടക്കുന്ന ഇവളുമാർക്ക് എന്ത് പേടി? ഇതിന് അറുതി വേണ്ടേ? അതിനുള്ള ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പം ഈ പറയുന്ന ഒതുക്കീശൻ എന്ന് പറയുന്ന ആ നെട്ടൂരിലെ മണി ചെയിൻ ടിപ്പുകാരൻ അവന്റെ മണ്ഡലത്തിൽ ജയിക്കരുത്. അതുകൊണ്ട് നമ്മളിവിടെ ഞാൻ കോൺഗ്രസ്സുകാരനാണ്. ആദ്യം മുതലേ കോൺഗ്രസ്സുകാരനാണ്. വോട്ട് ചെയ്യാൻ തുടങ്ങുമ്പോൾ അന്ന് ഞാൻ വോട്ട് ചെയ്യുന്നത് കേരള കോൺഗ്രസ്സാണ്. എനിക്ക് ഇതുപോലുള്ള സങ്കടം വരുന്നതായ അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത്. എന്നിട്ട് ഈ കോൺഗ്രസിലെ നേതാക്കന്മാർക്കോ ഒന്നും ഈ പറയുന്ന ഒതുക്കീശനെ നിലയ്ക്ക് നിർത്താൻ പറ്റാത്ത എന്തുകൊണ്ടാ? ഇവൻ എല്ലാവരെയും ഹൈജാക്ക് ചെയ്യാൻ കാരണം എന്താ? അവൻ വളർന്ന് പന്തടിച്ചിരിക്കുക. ഇപ്പം ബാക്കിയുള്ള ഒരുത്തനും നട്ടലില്ലാത്തത് കൊണ്ടല്ലേ ഇവൻ ഇന്ന് ഈ റോളിൽ കടന്ന് കളിക്കുന്നത്. അതിന്റെ സുധാകരനെ പുറത്താക്കി. എന്നിട്ടൊരു കോൺഗ്രസ് നേതാക്കന്മാർ ഒരു കോൺഗ്രസ്സുകാരനും പ്രതികരിക്കാൻ പോലും ശേഷിയില്ലാതായി പോയത് എന്തുകൊണ്ടാ? പേടിയാണ്. ഇവന്റെ ചെലവിലാണോ കോൺഗ്രസ്സുകാർ കഴിയുന്നത്? പാർട്ടിക്കകത്ത് സ്ഥാനം കൊണ്ടാണ് ചെയ്യാത്തത്. അല്ലേ ഇവൻ എല്ലായിട്ടൊക്കെ പ്രവർത്തിക്കാനൊക്കെ അറിയാം. ഞങ്ങൾക്കിവിടെ പാഠശാല മണ്ഡലമാണ് നെയ്യാറ്റിൻകര. അതുകൊണ്ട് എനിക്ക് വളരെ സങ്കടം ഉണ്ടാക്കാൻ രാഹുലിന്റെ ഈ ജീവിതത്തെക്കുറിച്ച്. ചെങ്ങന്നൂര് ജോസ് എന്ന് പറയും. ഞാൻ ഞങ്ങൾ അപ്പന്മാരുടെ കാലം പോലെ ഞങ്ങൾ കോൺഗ്രസ്സുകാരാണ്. ഈ രാഹുലിന്റെ കാര്യത്തെ ഞാൻ വിളിച്ചത് കേക്കച്ചനെ ഒന്ന് മാറ്റാനോ പറ്റില്ല നമ്മുടെ ഇതിൽ നിന്ന്. കേക്കച്ചനെ മാറ്റാൻ ഏക മാർഗം എന്ന് പറയുന്നത് ജനങ്ങള് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവനെ പറവൂരിന്ന് തോപ്പിക്കണം. അതേ ഉള്ളൂ മാർഗം. അല്ലാതെ മാർഗമില്ല. പാർട്ടിയെ മൊത്തം അവൻ മറ്റേ ആക്രി വിലക്ക് എടുക്കുന്ന പോലെ അടങ്കലെടുത്തുക. 2-3 പേരെ അങ്ങ് മാറ്റിക്കളഞ്ഞ് ചെറുപ്പക്കാരെ എടുത്ത് കയറ്റി കഴിഞ്ഞാല് പ്രയോജനമുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ജനങ്ങൾക്കൊരു പ്രയോജനം ഉണ്ടാകത്തില്ലല്ലോ. ഒരു പ്രശ്നം വന്നു ഇവന് ബാക്കിയുള്ള നേതാക്കന്മാരെയും എല്ലാരെയും തേൻകണിയിൽപ്പെടുത്തി അതിന്റെ CD ആയിട്ട് നടക്കുക. അതുകൊണ്ട് ഇവനെ എതിർക്കാനുള്ള ശേഷിയുള്ള ഒറ്റയൊരുത്തം പോലും ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലില്ല. അതായത് വരുന്ന കുഴപ്പം ഈ ശേഷിയുള്ളവരെ അവരെ പുറന്തള്ളി വെച്ചേക്കുന്നു. അതെ. അന്നേരം അതുകൊണ്ട് ഇവൻ എല്ലാവരെയും തേൻകണിയിൽ നേതാക്കന്മാരെ എല്ലാം പെടുത്തി പാർട്ടിയെ ഹൈജാക്ക് ചെയ്ത് കഴിഞ്ഞ 5 കൊല്ലം ഇപ്പുറത്തെ സൈഡിൽ ഇരുന്ന് എല്ലാ തട്ടിപ്പിന്റെയും കമ്മീഷൻ അടിച്ച് എല്ലാ ഇടപാടുകളുടെ ഏജന്റായിട്ട് ആയിരക്കണക്കിന് കോടി കള്ളപ്പണമായിട്ടിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു വല്ല പൊതുയോഗം വല്ലതും കൂടിയിട്ട് അവനെ എടുത്ത് കളയാൻ പറ്റുമോ? അവനെ അതിന് ഉറപ്പുള്ളവരാരും ഇന്ന് ഏതായാലും കോൺഗ്രസിലില്ല. അതറിയാനാണ് ഞാൻ വിളിച്ചത്. കാരണം ഇവമാർക്ക് 10 കൊല്ലമായിട്ട് ചൊറിയും കുത്തി കരക്കിരിക്കുന്നതുകൊണ്ട്. രാഹുലിനെ നമുക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ പറ്റത്തില്ലേ പാലക്കാട്ട്? രാഹുൽ സ്വതന്ത്രമായിട്ട് നിന്നാ ജയിക്കും. അത് രാഹുലിന്റെ തീരുമാനമാണ്. എവരെടുക്കത്തില്ലയോ? അവനെ എടുക്കും. അവനെ കൊല്ലാൻ നിൽക്കുന്നവൻ, അവനെ നശിപ്പിക്കാൻ നിന്നവൻ, അവൻ ഏതെങ്കിലും കാരണവശാൽ അവൻ എടുക്കും. സിമ്പിൾ ചോദ്യം. സ്വതന്ത്രമായിട്ടൊക്കെ നിന്ന് ജയിക്കണം, എന്നിട്ട് മുതലെടുക്കണം, വിട്ടുകൊടുക്കരുത്. ജനങ്ങൾ അവന്റെ കൂടെ നിന്നാൽ ജയിക്കും. വിട്ടുകൊടുക്കരുത്. ജനങ്ങൾക്കെല്ലാം മനസ്സിലായില്ല ഇവനെ ശരിക്കും കോൺഗ്രസിലെ ആരാണ് വേട്ടയാടിച്ച് അത് ഈ അവസ്ഥ ഉണ്ടാക്കിയതാരാ. അതുപോലെ ആ പെണ്ണിനെയും കോൺഗ്രസിൽ നിന്ന് എടുത്ത് കളയണം. കോൺഗ്രസിൽ ഇതെല്ലാം ഇവന്റെ കൂട്ടുകാരികളാണെന്ന് ഉറപ്പല്ലേ? അതെ അതെ. രാഹുലിനെ എടുത്ത് കളയാന്നുണ്ടെങ്കിൽ അവളെ എന്തിനാ വെച്ചോണ്ടിരിക്കുന്നു? അവളെ എടുത്ത് കളയണം. ഞാന് ശ്രീലത ട്രിവാൻഡ്രത്ത് നിന്ന് വിളിക്കുകയാണേ. ഞാനും ഒരു അമ്മയാണ്. രാഹുലിന്റെ അമ്മയെ പോലെ ഒരു അമ്മയാണ്. നമുക്ക് ഇതിനെ ഈ വിഷയത്തെ ഇങ്ങനെ പെരുപ്പിച്ച് ഈ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യമാണ് സൃഷ്ടിക്കുന്നത് ഓരോ ദിവസവും. രാഹുൽ മാങ്കൂട്ടം ഒരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്, ഇപ്പൊ 2-3 വർഷം ആയില്ലേ ആ കാര്യം.
അപ്പൊ ഇപ്പൊ ഇങ്ങനെ അത് തട്ടിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. അപ്പൊ അത് അന്ന് സംഭവിച്ചത് അത് സാധാരണ അതായത് ആസ് യൂഷ്വൽ വിൽ ഹാപ്പൻസ് അങ്ങനെയല്ലേ അത് സാധാരണ സംഭവിക്കാവുന്ന ഒരു കാര്യത്തിന് രാഷ്ട്രീയത്തില് ഇടപെടുത്തി. എനിക്കിപ്പോ തോന്നുന്നത് ഈ ചെറിയ ഒരു തെറ്റിന് സാധാരണ ആൾക്കാർക്ക് സംഭവിക്കാൻ, കുഞ്ഞുങ്ങൾക്കും കുട്ടികൾക്കും യുവാക്കൾക്കും സംഭവിക്കാവുന്ന ഒരു കാര്യത്തെ ഇങ്ങനെ കുത്തിപ്പൊക്കി ഈ ടൈമില് വളർന്നു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ അത് താറടിക്കാൻ വേണ്ടി മനഃപൂർവ്വം കോൺഗ്രസിലെ എനിക്കിപ്പോ തോന്നുന്നത് ഈ സീനിയർ ആയിട്ടുള്ള രമേശ് ചെന്നിത്തല, സതീശൻ അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഞാൻ ഒന്ന് പറയട്ടെ സാറേ, ഈ അധികാരത്തിന് വേണ്ടി പിന്നെ എന്ത് ചെയ്യാമെന്നുള്ളത് അത് ചെയ്യുമ്പോൾ ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ്. എനിക്ക് വളരെ വിഷമമുണ്ട് അക്കാര്യത്തില്. ഈ പ്രസ്ഥാനത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു ഇതാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ ഇത് പറഞ്ഞ നമ്മുടെ ആൾക്കാർ തന്നെ, ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഇതിനെ ഇത്രയും കോംപ്ലിക്കേഷൻ ആക്കി വെച്ചിരിക്കുന്നത്. സതീശൻ ആസൂത്രണം ചെയ്ത് സതീശൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് എന്തോ ഉള്ളത് ഇതിനകത്ത്? സതീശനുണ്ട്, രമേശ് ചെന്നിത്തലയുണ്ട്, ഇവർക്കൊക്കെ. എന്നിട്ട് ഈ കടൽ കഴിവന്മാരെ ഇവന്മാരെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഒരു കസേരയ്ക്ക് വേണ്ടി കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ അടിമുടി പിന്നെ ഇരിച്ചു കളയുന്ന ഒരു സാഹചര്യമാണ് ഞാനിപ്പോൾ കാണുന്നത് ഈ രാഷ്ട്രീയത്തില്. കോൺഗ്രസ് എന്താണെന്ന് ഇവർ മനസ്സിലാക്കുന്നുണ്ടോ? ഇവരൊക്കെ എന്തിനാ ഈ പാർട്ടിക്ക് വേണ്ടി, ഒരു കസേരയ്ക്ക് വേണ്ടി ഇങ്ങനെ ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നെന്നുള്ളതാണ് എനിക്ക് വിഷമമുണ്ട് സാറ്. ചോറ്റനിക്കര പേര് രാജഗോപാൽ. എനിക്ക് മാങ്കൂട്ടനെ എങ്ങനെ കോൺഗ്രസിലേക്ക് എടുക്കണം, അവന് പാലക്കാട് സീറ്റ് കൊടുക്കണം, അതാണ് എൻ്റെ ആവശ്യം. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഇതാണ് ഞാൻ നിങ്ങളുടെ ചാനൽ കാണുന്നുണ്ട്, നിങ്ങളുടെ ഇത് കേൾക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വിളിക്കണം തോന്നി നിങ്ങളുടെ ഫോൺ നമ്പർ എടുത്ത് ഞാൻ ഇന്നലെ വിളിച്ചത്. കിട്ടിയില്ല. അപ്പോൾ ഒരാൾ സംസാരിച്ചിരിക്കുക കരണ്ട്. രാഹുൽ മാങ്കൂട്ടോ എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്തായാലും അതിന് ഈ പാലക്കാട് അതിന് സീറ്റ് കൊടുക്കണം. നമുക്ക് രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലില്ലെങ്കിൽ സത്യം ഞാൻ പറഞ്ഞത് ചെറുപ്പക്കാർ കയറട്ടെന്നേ. വയസ്സായ ആൾക്കാർ കയറാതെ ഈ ചെറുപ്പക്കാരെ കയറ്റി കോൺഗ്രസിൽ നിന്ന് ഡെവലപ്പ് ചെയ്യട്ടെ. ഇവരെ എല്ലാം കൂടെ അവർ ഡെവലപ്പ് ചെറുപ്പക്കാരെ കയറ്റട്ടെ. ഈ വയസ്സന്മാരൊക്കെ എന്തിനാ കിടന്ന് കളി കളിക്കുന്നത്? അവനെന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടാകും, അത് നമുക്കത് പറയാൻ പറ്റില്ലല്ലോ, ചെറുപ്പക്കാരല്ലേ. അപ്പൊ നിങ്ങളുടെ ഈ ചാനൽ കണ്ടപ്പോ ഞാൻ ന്യൂസ് കേൾക്കാറുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. എറണാകുളം. അപ്പൊ അതിന് തിരിച്ചെടുക്കാനുള്ള ഒന്നും ആയിട്ടില്ല അല്ലേ ഇതുവരെ. സതീശനെ എടുക്കുവോ? സതീശന് എന്ത് വില കൊടുത്തും രാഹുലിനെ എടുക്കാതിരിക്കാനുള്ള ശ്രമങ്ങളെ നടത്തുള്ളൂ. അപ്പൊ നമ്മളിപ്പോഴും ഇതിനെപ്പറ്റി എപ്പോഴും ഭയങ്കര വിഷമം. ഞാൻ എപ്പോഴും സാറിന്റെ പരിപാടി തുടക്കം പോലെ കാണണം. അപ്പൊ ഇതിന് തീരുമാനം ഇല്ലാലേ പാവത്തിന്. എന്തോരം പാടുപെട്ട് ഈ കോൺഗ്രസിന് വേണ്ടിയും കുറെ കഷ്ടപ്പാടും കുറെ ദുരിതമൊക്കെ സഹിച്ചിട്ട് പാവത്തിന് ഒരു തീരുമാനം ഇതുവരെ ആയിട്ടില്ല അല്ലേ? ഇല്ല. അപ്പൊ തീരുമാനം ഇല്ല. തീരുമാനിക്കാതിരിക്കോ ചെയ്യട്ടെ. ജനങ്ങള് രാഹുലിന്റെ പക്ഷത്താണല്ലോ. പിന്നെ 100 പ്രാവശ്യം അത് പിന്നെ ഉറപ്പുള്ള കാര്യം. പക്ഷെ അതുകൊണ്ട് കാര്യമായില്ലല്ലോ. അത് രക്ഷപ്പെടണമല്ലോ കൊച്ചി. അത് എപ്പോഴും കേക്കെങ്ങാനൊക്കെ ചെയ്യണ കാരണം ഞാൻ വിളിച്ചാണ്. കോൺഗ്രസ് എന്താണ് BD സതീശനും മറ്റവന് എന്താണ് ചേനത്തലയും മറ്റവനും മുരളീധരനും ഒക്കെ തന്നെ കൊച്ചിനെ നശിപ്പിക്കാണ്ടല്ല. അപ്പൊ അതിനെ ഇല്ലായ്മ ചെയ്യാൻ തന്നെ, അല്ലാണ്ട് ഇവന്മാരെ കള്ളത്തരൊന്നും നടക്കണ്ടാവില്ല ഇതില് പറയാം. അപ്പൊ അതിനു വേണ്ടി അതിനെ നശിപ്പിക്കണം, അത് തന്നെ കാര്യം. എല്ലാ അമ്മമാർക്കും സാധാരണ ആളുകൾക്ക് എല്ലാം മനസ്സിലായല്ലോ ഇത്. നമുക്ക് മനസ്സിലാവൂല കാര്യം എന്താണെന്നുള്ളത്. ഞാൻ തുടക്കം പോലെ സാറിന് ഇത് കാണാറ് എനിക്ക് നല്ലപോലെ ബോധ്യമാണ് ഈ കാര്യത്തിൽ. കാരണം ഞാൻ എപ്പോഴും വിളിക്കാൻ ശ്രമിക്കലുണ്ട്, പക്ഷെ കിട്ടാറില്ല. എന്തോരം അല്ല തുടക്കം പോലെ എന്തോരം ഒരു കുട്ടികളുണ്ടാവില്ല ഇന്നത്തെ കാലത്ത്. ഇപ്പോഴേ ആത്മഹത്യ എന്ന് ചോദിച്ചാൽ മതി, വേറെ ആരെങ്കിലും നിസ്സാരം ഓരോ കാര്യത്തിന് വേണ്ടിയാണ്. അപ്പൊ സഹിച്ച് എന്നിട്ടും ഈ കോൺഗ്രസ്സുകാരന്മാരെ ഒരു കുറ്റം എന്ന് പറഞ്ഞാൽ കൊച്ചു പറയണില്ലല്ലോ. ഈ തിരക്കെ സഹിച്ചിട്ടും നമുക്ക് തന്നെ തോന്നും ഇതെന്താണെന്നും പറയാത്തെന്നു.
അത്രക്കും പാവം സഹിച്ച് അതെങ്കിലും ഓർത്തിട്ട് അവർ ഇപ്പോഴെങ്കിലും അവർക്ക് ഒരു ഇത് വേണ്ട. അവര് ചെയ്തത് തെറ്റ്, ആ കൊച്ചിനെ ഇങ്ങനെയൊക്കെ ചെയ്തത് തെറ്റ് കോടതിയും കൂടെ പറഞ്ഞു. എന്നിട്ടും പിന്നെ അതിനെ തിരിച്ചെടുക്കാത്തെന്ന് പറയുമ്പോ ഇതിന് ഇവരെക്കാളും വലിയ ഇതൊന്നും നടപടിയെടുക്കാൻ പറ്റിയ ആൾക്കാരൊന്നും ഇല്ലേ ഇവരെ ശിക്ഷിക്കാനായിട്ട്? ഇങ്ങനെയൊക്കെ വെറുതെ ആവശ്യമില്ലാണ്ട് നിരപരാധികളൊക്കെ ശിക്ഷിക്കുന്ന പാർട്ടി. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട് രാഹുലിനെ ഇതിലെടുത്തില്ലെങ്കിൽ വോട്ട് ചെയ്യൂലെന്ന് വിചാരിച്ചേക്കുന്നത്. കാര്യം ഞാൻ ആ മണ്ഡലത്തിലൊന്നും ഉള്ളതല്ല, എറണാകുളമൊന്നും. എന്നാലും രാഹുലിനെ ഇതിന് തിരിച്ചെടുക്കുന്ന തീരുമാനമൊന്നും ഇല്ലല്ലേ അപ്പൊ. എന്നിട്ട് ഈ പണിയെല്ലാം കാണിച്ചിട്ട് അവൻ കേരള രക്ഷായാത്ര നടത്തുകയാണ്. ഇത് തന്തക്കും തള്ളക്കും ജനിച്ച പണ്ടാറപ്പടയെന്ന് എനിക്കറിയാം. അതിന്റെ ഒട്ടുക്കത്തെ ചതിയനും ചെന്നത്തലയും വിമർശനും ഒക്കെ ഇവനെയൊക്കെ പാർട്ടി കൊണ്ടിരുത്തിയിട്ട് ജനങ്ങൾക്കും നശിപ്പാണല്ലേ. ഇവനെയൊക്കെ കൊണ്ടുവന്നിരുത്തിയിട്ട് ഈ നല്ല വാണിക്കാത്ത സാധനത്തിനെയൊക്കെ പുറത്താക്കി എന്നാല് പാർട്ടിക്ക് ഇത് വല്ല ഉയർച്ച ഉണ്ടാവും കോൺഗ്രസിന്. നമ്മളൊക്കെ എന്ന് വെച്ചാൽ പണ്ട് പോലെ ഞങ്ങളെ വാപ്പാന്റെ ഉപ്പാന്റെ കാലം പോലെ കോൺഗ്രസ് ആണ്. അപ്പൊ നമുക്ക് കോൺഗ്രസിനോട് ഒരു ഇതുണ്ട്. പിന്നെ സത്യത്തില് കൂട്ടിയിക്കാം. ഇപ്പൊ ഈ കൊച്ചിപ്പോ തെറ്റാണ് ചെയ്തെങ്കിൽ ഇപ്പൊ നമുക്ക് കോൺഗ്രസിന് അനുകൂലമായിട്ടൊന്നും പറയാൻ പറ്റൂല. ഇതിപ്പോ അവൻ നിരപരാധി ഒന്നുമില്ലാത്ത നല്ല മാന്യൻ നല്ല കൊച്ചി ഒരു പാർട്ടിയിലുണ്ടാവില്ല ഇത്ര നല്ലൊരു മോന്. അപ്പൊ അതിനെയൊക്കെ നശിപ്പിക്കാൻ ഇവനെയൊക്കെ വെറുതെ വിടുവോ? എപ്പോഴായാലും സത്യത്തിന് ഒരു ഇതുണ്ടാവുമല്ലോ. സുനിൽ, നിങ്ങളുടെ വാർത്തയൊക്കെ ഞാൻ കേൾക്കാറുണ്ട്. എൻ്റെ പേര് ബിജു എന്നാണ്. ഞാനൊരു 53കാരനാണ്. ഓക്കെ. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ചർച്ചകളാണല്ലോ വിവിധയിടങ്ങളിൽ നടക്കുന്നത്. നിങ്ങളതിൻ്റെ ക്യാമ്പയിനൊക്കെ നടത്തുന്നുണ്ട്. ഇതുവരെ ആരും ചിന്തിക്കാത്തത് എന്തെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. രാഹുലിനെ പാലക്കാട് തന്നെ മത്സരിപ്പിക്കണമെന്നാണ് നിർബന്ധമിരിക്കുന്നത്. ഈ കോൺഗ്രസിലെ പൊട്ടന്മാർ ചിന്തിച്ചാൽ ഗണേശനെതിരെയോ മുകേഷിനെതിരെയോ രാഹുൽ മാങ്കൂട്ടത്തെ നിർത്തി മത്സരിപ്പിച്ചാൽ അദ്ദേഹം ജയിക്കും എന്ന് മാത്രമല്ല, ഗണേശനും മുകേഷിനും പ്രതിരോധിക്കാൻ പോലും, ഒന്നുകൂടെ പറഞ്ഞാൽ അവരുടെ പാർട്ടിക്ക് ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ പോലും, ഒരാരോപണം ഉന്നയിക്കാൻ പോലും പറ്റാതെ വരും. അതൊരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി അങ്ങനെ ചിന്തിച്ച് അദ്ദേഹത്തെ ആ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കുന്നില്ല എന്നുള്ളത് എന്നെ അതിശയപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.